ഇന്ന് കർക്കിടക മാസം 2-ാം ദിവസമാണ് കേട്ടോ. അതായത് 2-ാം തീയതിയാണ് കേട്ടോ മലയാള മാസം. മുക്കൂറ്റി പോയി ഞാനും പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ രാവിലെ വൈകുന്നേരം മുക്കൂറ്റി പറിച്ച് മുക്കൂറ്റി കൂറി തൊടു കേട്ടോ. അത് രാവിലത്തെ എടുക്കാൻ മിക്കപ്പോഴും എനിക്ക് സമയം കിട്ടാറില്ല. ഇപ്പം ഞാൻ വൈകുന്നേരത്തിൽ ഇന്ന് പണിയൊക്കെ ഒതുക്കിയത് കൊണ്ട് നേരത്തെ ആയതുകൊണ്ടും പിന്നെ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇത് 30 ദിവസവും ഇതിട്ട് വെറുപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പം വിളക്ക് വെക്കാൻ സമയമായി. വിളക്കൊക്കെ വെച്ചു. ഉണ്ണി പുറത്ത് സൈക്കിൾ ചവിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അവനോട് വരാൻ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അമ്മയെന്ന്. അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുളി കഴിഞ്ഞിട്ട് അവൻ സൈക്കിളിൽ ചവിട്ടാൻ വേണ്ടി പോയതാണ്. ഞാൻ പിന്നെ അവനെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ വിളക്ക് വെക്കൽ നടക്കില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ വിളക്ക് വെച്ചു. പിന്നെ ചില സമയമാകുമ്പോഴേക്കും അവൻ വരും കേട്ടോ. അതുവരെ മുറ്റത്തൂടെ ഇങ്ങനെ വെറുതെ സൈക്കിൾ ഓടിച്ച് നടക്കും. പിന്നെ ഞാൻ 5 തിരിയിട്ടോട്ടെ എന്നും വിളക്ക് വയ്ക്കുക. പിന്നെ ചിരാതിൽ അവിടെ വിളക്ക് വയ്ക്കും കേട്ടോ. ചിരാതിൽ കത്തിച്ച് അവിടെ വയ്ക്കും. നിലവിളക്ക് കത്തിച്ച് വാതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് വയ്ക്കും കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് എനിക്കൊരാഗ്രഹം കേട്ടോ പീഠം മേടിക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇന്നേ വരെ നടന്നിട്ടില്ല. ഈ വർഷമെങ്കിലും എനിക്കൊരു പീഠം മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ നിലത്ത് ശരിക്കും സ്റ്റൂളിലല്ല നിലത്താണ് വിളക്ക് വയ്ക്കേണ്ടത്. എനിക്ക് നിലവിളക്ക് നിലത്ത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതൊരു പീഠത്തിൽ വെക്കുവാണെങ്കിൽ പിന്നെ അത്രയ്ക്കും ബുദ്ധിമുട്ട് തോന്നില്ല. അതുവരെ ഈ സ്റ്റൂൾ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാ ദിവസവും ഈ സ്റ്റൂളിലാണ് ഞാൻ വിളക്ക് വെക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ദിവസം ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം എന്തോ ഭയങ്കര ഒരു സങ്കടം ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നിയപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ തന്നെ ആക്കി. ഇനി ഞാൻ പീഠം മേടിച്ചിട്ടേ പീഠത്തിലേ വിളക്ക് വെക്കണുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ ഈ സ്റ്റൂളും കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഉണ്ടല്ലോ വിളക്കൊക്കെ വെച്ചു, സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു കേട്ടോ. ഈ സാമ്പ്രാണി ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ. സാൻഡലിൻ്റെ തന്നെയാണ്, നല്ല സ്മെല്ലാണത്. പിന്നെന്താ, അപ്പം വിളക്കൊക്കെ വെച്ച് ഉണ്ണി ഇതുവരെ എത്തിയിട്ടുണ്ടായില്ല. ഇപ്പം രാമായണ മാസം ആയതുകൊണ്ടാണ് 2ഉം 3ഉം ചന്ദനത്തിരിയൊക്കെ കത്തിച്ചേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ 2 കത്തിക്കാറുള്ളൂ. ഇതിപ്പം വിളക്ക് നിർത്തേണ്ടിടം വരെ ചന്ദനത്തിരി തീരുവാണെങ്കിൽ ഞാൻ കത്തിച്ച് വെച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. പിന്നെ എനിക്ക് ചന്ദനത്തിരിയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി തരും കേട്ടോ. എനിക്ക് അത് എപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ പിക്ക് ഞാൻ രാമായണ മാസം ആയതുകൊണ്ടാണ് കേട്ടോ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു അയ്യപ്പൻ്റെ പിക്കുണ്ട്, അയ്യപ്പൻ്റെ ആണ് അവിടെ വയ്ക്കുക. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ടാണ് ഞാനെടുത്ത പിക്കെടുത്ത് അവിടെ വെച്ചേക്കുന്നത്. എന്നാലും ഈ സമയം നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ സമയം. അങ്ങനെ വിളക്ക് കത്തിച്ച് അടുത്തിരുന്ന് കുറേ നേരം രാമായണം ചൊല്ലാൻ എനിക്കറിയില്ല. രാമായണ പുസ്തകം ഒന്നാമതില്ല. അതും മേടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് കേട്ടോ. അതും ഈ വർഷം